നമ്മുടെ രാജ്യം ആയുധ കയറ്റുമതി അല്ലെങ്കിൽ പ്രതിരോധത്തിൽ ഏറെ മുന്നിലാണ് എന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം. കാരണം 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം പ്രതിരോധത്തിനായി, അതായത് ഡിഫൻസിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 1,00,000 കോടി രൂപയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ വരുന്ന സുപ്രധാനമായിട്ടുള്ള മറ്റ് റിപ്പോർട്ടുകൾ അനുസരിച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു രാജ്യം ഇന്ത്യയുടെ പിൻവാതിലിൽ വന്ന് മുട്ടിയിരിക്കുകയാണ്. വേറൊരു രാജ്യവുമല്ലാതെ അത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ പിൻവാതിലിൽ വന്ന് മുട്ടി ഞങ്ങൾക്കും നിങ്ങൾ ആയുധം തരണം എന്ന് അസർബൈജാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിൽ എന്താണ് ഇത്ര കൗതുകമെന്ന്. ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുടെ പ്രതിരോധ വകുപ്പിനെയും പ്രതിരോധ വിഭാഗത്തെയും ഇന്ത്യയുടെ മറ്റ് ആയുധങ്ങളെയും എല്ലാം കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത്. ഈ അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യം നേരെ ഡയറക്റ്റായിട്ട് വന്ന് പിൻവാതിലിൽ മുട്ടിയിരിക്കുകയില്ല, മറിച്ച് ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മുടെ രാജ്യത്തിന്റെ പിൻവാതിലിൽ വന്ന് മുട്ടി ഞങ്ങൾക്ക് നിങ്ങളുടെ ആയുധം വേണം എന്ന് പറഞ്ഞിരിക്കുന്നത്. പോരാത്തതിന് ഈ അസർബൈജാൻ ഇന്ത്യൻ ആയുധങ്ങൾ ശേഖരിക്കുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. ഈ അർമേനിയ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ അർമേനിയ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യ ആയുധങ്ങൾ വിൽക്കുന്നുണ്ട്. അർമേനിയയ്ക്ക് ഇന്ത്യ ആയുധങ്ങൾ വിൽക്കുമ്പോൾ അസർബൈജാൻ നമ്മുടെ ഡിഫൻസ് മിനിസ്ട്രിയെ പരസ്യമായി വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് ചരിത്രപരമായിട്ടുള്ള പല കാരണങ്ങൾ കൂടെയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഈ ആയുധങ്ങൾ അസർബൈജാന് നേരെ അസർബൈജാന് വളരെ വേഗത്തിൽ കൗണ്ടർ ചെയ്യാൻ സാധിക്കും. അതായത് ഇന്ത്യ അർമേനിയയ്ക്ക് കൊടുക്കുന്ന ആയുധങ്ങൾ അസർബൈജാൻ വളരെ വേഗത്തിൽ കൗണ്ടർ ചെയ്യാൻ സാധിക്കും എന്നാണ് അസർബൈജാൻ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. കാര്യമായ സ്വാധീനമൊന്നും അർമേനിയയുടെ സൈന്യത്തിൽ ഈ ആയുധങ്ങൾക്ക് ചെലുത്താൻ സാധിക്കില്ല എന്നും അസർബൈജാൻ പറയുന്നു. ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിൻ്റെ ഒരു വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് അസർബൈജാൻ ആ സമയത്ത് പ്രതികരിച്ചത്. ആ അസർബൈജാനാണ് ഇപ്പോൾ ഇന്ത്യയുടെ പിൻവാതിലിൽ വന്ന് മുട്ടിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ പ്രതിരോധ കയറ്റുമതി വിപുലീകരിക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പിനാക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ, അതും മറ്റുപകരണങ്ങൾ, യുദ്ധോപകരണങ്ങളും അർമേനിയയ്ക്ക് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. അർമേനിയയ്ക്ക് ഇത് ഇന്ത്യ കൊടുക്കുമ്പോൾ അസർബൈജാൻ യഥാർത്ഥത്തിൽ വളരെയധികം അസ്വസ്ഥമാവുന്നുണ്ട്. ഈ പരമ്പരാഗതമായി ഈ അസർബൈജാൻ, ഇനിയാണ് ഇതിൻ്റെ ചരിത്രപരമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത്, പരമ്പരാഗതമായി അസർബൈജാൻ ആയുധങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് തുർക്കിയുടെ കയ്യിൽ നിന്നാണ്. തുർക്കിയുടെ കയ്യിൽ നിന്നും ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും. ഈ തുർക്കിയും അർമേനിയയും തമ്മിൽ വളരെ വലിയ വൈര്യം നിലനിൽക്കുന്നുണ്ട്. ആ വൈര്യത്തിന് ചരിത്രപരമായിട്ടുള്ള വലിയ ഒരു പ്രാധാന്യമുണ്ട്. ഇന്നും ജൂതന്മാരുടെ ഹോളോകോസ്റ്റ് പോലെയോ അല്ലെങ്കിൽ ഖിലാഫത്ത് പോലെയോ ഒക്കെ വളരെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന അർമേനിയൻ കൂട്ടക്കൊല എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത് ഈ നടന്നത് തുർക്കിയും അർമേനിയയും കൂടെ ചേർന്ന് നടന്ന ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ അർമേനിയയിലെ ക്രിസ്ത്യാനികളുടെ കൂട്ടക്കൊല എന്ന് പറയുന്നത്. ഒരുപാട് അന്താരാഷ്ട്ര വേദികളിൽ ഇത് ചർച്ചയായിട്ടുണ്ട്. ഒരുപാട് ചരിത്രകാരന്മാർ ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതിൻ്റെ വാർഷികമൊക്കെ ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തുർക്കിയെ അർമേനിയയ്ക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. എന്നാൽ തുർക്കിയെ പ്രകോപിപ്പിക്കാനായി അർമേനിയയ്ക്ക് ഇന്ത്യ ആയുധങ്ങൾ നൽകുകയും ചെയ്യും. ഈ ഇടയ്ക്ക് തുർക്കി ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് കശ്മീർ വിഷയത്തിലേക്ക് വലിയ രീതിയിൽ കശ്മീരിനെ പിന്തുണച്ചുകൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാകിസ്ഥാനെയൊക്കെ പിന്തുണച്ചുകൊണ്ട് വന്നപ്പോൾ ഇന്ത്യ അർമേനിയയ്ക്ക് ആയുധം കൊടുത്താണ് തുർക്കിയെ ചൊടിപ്പിച്ചത്. തുർക്കിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നമുക്കറിയാം മാൽദീവ്സിൻ്റെയൊക്കെ ഗതിയായി പോകും അവസാനം തുർക്കിക്ക് എന്നുള്ളത്. ഈ അസർബൈജാനും തുർക്കിയുടെ കൂടെയാണ്. ഈ തുർക്കിയുടെ കൂടെ നിൽക്കുന്നതുകൊണ്ട് അർമേനിയ ശത്രു രാജ്യത്താണ് അസർബൈജാനും കാണുന്നത്. അതുകൊണ്ടാണ് അസർബൈജാൻ പറയുന്നത് അർമേനിയയ്ക്ക് ഇന്ത്യ കൊടുക്കുന്ന ആയുധങ്ങൾ നമുക്ക് ഈസിയായിട്ട് കൗണ്ടർ ചെയ്യാൻ സാധിക്കുമെന്ന്. ഇതാണ് ഇതിൻ്റെ പിന്നിലെ കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ പരമ്പരാഗതമായി അസർബൈജാൻ ആയുധങ്ങൾ വാങ്ങുന്നത് തുർക്കിയുടെ കയ്യിൽ നിന്നാണ്. പോരാത്തതിന് ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും ഇവർ വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങുന്ന ഈ സാഹചര്യത്തിൽ തുർക്കിയുടെ നൂതനമായിട്ടുള്ള ഡ്രോണുകളും UV സാങ്കേതിക വിദ്യയുമാണ് അസർബൈജാന് കൊടുക്കുന്നത്. ഇസ്രായേലിൻ്റെ വിവിധ ആയുധ സംവിധാനങ്ങളും ഇസ്രായേൽ അവർക്ക് നൽകുന്നുണ്ട്. എന്നാൽ നിലവിൽ ഇസ്രായേലിൽ യുദ്ധം നടക്കുകയാണ്. ഗാസയും സിറിയയും യമനും ഇറാനും ലബനനുമായിട്ടും എല്ലാം ഇസ്രായേൽ പൊരിഞ്ഞ പോരാട്ടത്തിലാണ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് പോലും വരുന്ന ആയുധങ്ങൾ ഇസ്രായേലിന് തികയുന്നില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിക്കാനായിട്ട് അസർബൈജാന് സാധിക്കുന്നില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ആയുധങ്ങൾ എവിടെ കിട്ടുമെന്ന തെരച്ചിലാണ് അസർബൈജാൻ ഇപ്പോൾ ഇന്ത്യയുടെ പിൻവാതിലിൽ വന്ന് മുട്ടിയിരിക്കുന്നത് എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇന്ത്യയുടെ പിൻവാതിലിൽ വന്ന് മുട്ടിയപ്പോൾ ഇന്ത്യ യഥാർത്ഥത്തിൽ ആഗോള വിപണിയിൽ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ചുവട് വയ്ക്കാനായിട്ട് ലക്ഷ്യമിട്ട് നിൽക്കുകയാണ്. ഇന്ത്യ ഇത് ചൂഷണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് ഇതൊരു അഭിമാനമാണ് എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അക്രമോത്സുകമായി ഭാഗമായിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഇന്ത്യ പ്രോത്സാഹിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ പ്രതിരോധ വ്യവസായത്തിൽ പീരങ്കി, മിസൈൽ, ചെറു ആയുധങ്ങൾ എന്നിങ്ങനെ നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു നിർമ്മാണം ഇന്ത്യയിൽ ഇപ്പോൾ അതിഭീകരമായിട്ട് നടക്കുന്നുണ്ട്. നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളൊക്കെ നമ്മൾ അമേരിക്കയിലേക്ക് പോലും കയറ്റി അയക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ
ഇന്ത്യയിലെ താല്പര്യം, അതായത് അസർബൈജാനുമായിട്ട് ആയുധങ്ങൾ വിൽക്കാനുള്ള ഇന്ത്യയിലെ താല്പര്യം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാനായിട്ട് ഈ അസർബൈജാന്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യം, ആ മിഡിൽ ഈസ്റ്റ് രാജ്യം ഇന്ത്യയുടെ ന്യൂഡൽഹിയുടെ പിൻവാതിലിൽ വന്ന് മുട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇതൊരു സെൻസിറ്റീവ് സ്വഭാവമുള്ള ഒരു വിൽപ്പനയാണ്. അതിൻ്റെ സെൻസിറ്റിവിറ്റി കണക്കിലെടുത്ത് അസർബൈജാനെ പോലുള്ള ഒരു രാജ്യത്തിന് ഇന്ത്യ ആയുധങ്ങൾ കൊടുക്കുന്ന ആ ഒരു സെൻസിറ്റിവിറ്റിയെ കണക്കിലെടുത്ത് ഇന്ത്യ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നയതന്ത്രപരമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ട് ആശയവിനിമയം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ നിർമ്മിത പീരങ്കി തോക്കുകൾ, ഷെല്ലുകൾ എന്നിവയിലാണ് അസർബൈജാൻ പ്രത്യേക താല്പര്യം കാണിച്ചിരിക്കുന്നത്. അതൊരു രക്ഷയുമില്ലാത്ത ഒരു ഉപകരണമാണെന്നാണ് അവർ പറയുന്നത്. ഇന്ത്യ വൈദഗ്ധ്യം നേടിയിട്ടുള്ള നിലവിലെ മേഖലകളിലെ ആയുധ ശേഖരങ്ങളും തങ്ങൾക്ക് വേണം എന്ന് അസർബൈജാൻ പറയുന്നു. JF-17 ബ്ലോക്ക് 3 എന്നിങ്ങനെയുള്ള ഒരു വിമാനം, അത് യുദ്ധവിമാനം പാകിസ്ഥാനിൽ നിന്ന് ഇടയ്ക്ക് അസർബൈജാൻ വാങ്ങിച്ചിരുന്നു. പക്ഷേ അത് അസർബൈജാന് വലിയ തിരിച്ചടി കിട്ടി. കാരണം ചൈനീസ് സാങ്കേതിക വിദ്യ ഉൾപ്പെട്ട ഈ വിമാനം കൃത്യമായി പ്രവർത്തിക്കുന്നില്ലായിരുന്നു. അങ്ങനെ സകല സ്ഥലങ്ങളിലും ഈ അസർബൈജാൻ ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് അവസാനം ഇന്ത്യയുടെ വാതിലിൽ വന്ന് മുട്ടിയിരിക്കുന്നത്. എന്തായാലും അസർബൈജാന് ഈ ആയുധങ്ങൾ ഇന്ത്യ നൽകുകയാണെങ്കിൽ അത് ദക്ഷിണ കോക്കസ്, ആ ഒരു കോക്കസ്, അതായത് തുർക്കി, അസർബൈജാൻ അങ്ങനെയുള്ള ഒരു കോക്കസ് യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു കോക്കസിന് വലിയ തിരിച്ചടിയായിരിക്കും. അതിലൊരു വിള്ളൽ വീഴ്ത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കും എന്നാണ് നിലവിൽ ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.